ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വരവ് ദളപതി വിജയ് സിനിമ ചെയ്ത് നിർത്തിയാൽ നമ്മളെ ഒരു കാലത്ത് കാത്തിരുന്ന എത്ര സിനിമകൾ ഇല്ലാതാകുമെന്ന് നോക്കാം. എന്നാൽ പിന്നെ വീട്ടിലോട്ട് പോകാം. അതിനു മുൻപ് ഒരു ഇമ്പോർട്ടൻ്റ് വിവരമുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റായിട്ട് നമ്മൾക്ക് ഏറ്റവും നഷ്ടപ്പെടാൻ തോന്നിക്കുന്ന ചിത്രത്തെക്കുറിച്ച് തന്നെയാണ് നോക്കുമ്പോൾ ലിയോ 2 തന്നെയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലിയോ 2. 3 തവണ കൂടി ലോകേഷ് വിജയ് ഒന്നിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മിസ്റ്റേക്സും ഒഴിവാക്കി ഒരു പടം, അത് കട്ട വെയിറ്റിംഗ് ആണ്. എന്നാൽ ഈ പൊളിറ്റിക്കൽ രീതിയിൽ പോകുമ്പോൾ ഈ സിനിമ അഥവാ നിർത്തിയാൽ ലിയോ 2 എന്നത് വെറും സ്വപ്നം മാത്രമായി പോകും. സെക്കൻഡ് മൂവി തുപ്പാക്കി 2 2012 തൊട്ട് 2024 വരെയും വെയിറ്റിംഗ് ആയൊരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ കൊല്ലം മാസം വെയിറ്റിംഗ് ആണ് നമ്മുടെ ദളപതി ഫാൻസ്. ഈ പ്രൊജക്റ്റ് ഡ്രോപ്പ്ഡായി എന്നൊക്കെ വാർത്തകൾ വന്നെങ്കിലും AR മുരുകദാസ് ഒരു ലോങ് റെക്കഗ്നേഷൻ തിരിച്ച് ഫീൽഡിൽ വന്നിരിക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ എൻട്രി ഇല്ലായിരുന്നെങ്കിൽ മുരുകദാസ് പഴയ ഫോമിൽ വന്നാൽ തീർച്ചയായും തുപ്പാക്കി 2 ഒന്ന് സംഭവിക്കുമായിരുന്നു. എന്നാൽ ഇനി ഇത് നടക്കാൻ പറ്റാത്ത പടങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ചേർക്കാം. മൂന്നാമത്തെ പടം ദളപതി വെട്രിമാരൻ പ്രൊജക്റ്റ്. ദളപതി 69 അടുത്തെത്തിയെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് H വിനോദാണ് എന്നാണ്. അതുകൊണ്ട് ഈ വിജയ് ദളപതി 69 ലാസ്റ്റ് പടമാണെങ്കിൽ നമുക്ക് വെട്രിമാരൻ പ്രൊജക്റ്റ് എന്തായാലും നല്ല പോയ ബസ്സാകും. ഇങ്ങനൊരു പടം വരുന്നത് നമ്മുടെയൊക്കെ ഡ്രീമായിരുന്നു. അത് നടക്കുമോ എന്ന് തന്നെ ഇപ്പോൾ ഡൗട്ടായി. അങ്ങനെ ഡൗട്ട് വന്നതിൽ തന്നെ നല്ല വിഷമമുണ്ട്. എന്തായാലും ഇത് ഈ ലിസ്റ്റ് തന്നെ ആ പടവും ചേർക്കുന്നു. ഫോർത്ത് മൂവി കാർത്തിക് സുബ്രാജ് മൂവിയാണ്. ദളപതി 69 ദളപതി കാർത്തിക് സുബ്രാജിനെ റിജക്ട് ചെയ്തെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എന്ന സംഭവം തുടങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത പടങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കോംബോ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ കാർത്തിക് സുബ്രാജിനെയും ചേർക്കുന്നു. അഞ്ചാമത്തെ പ്രൊജക്റ്റ് ദളപതി വിജയ് സുധാ കൊങ്ങര പ്രൊജക്റ്റ്. നിലവിൽ വലിയ റൂമറൊന്നും വന്നില്ലെങ്കിലും ദളപതി 65 ടൈമിൽ ഒരു സ്ട്രോങ് റൂമറുടെ ഡയറക്ടറായിരുന്നു. അപ്ഡേറ്റ് അനുസരിച്ച് സുധാ കൊങ്ങര വിജയ് പ്രൊജക്റ്റിന് എല്ലാം തന്നെ ശരിയായിരുന്നു. രണ്ടുപേർക്കും ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് മാറ്റിവെച്ചു. പിന്നെ ചെയ്യാമെന്ന് കരുതി വിട്ടത് കൊണ്ട് തന്നെ ഇനി നടക്കാൻ തീരെ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ പ്രൊജക്റ്റിനെയും നമ്മൾ ചേർക്കുന്നു. ആറാമത്തെ സിനിമ വിജയ് ശങ്കർ പ്രൊജക്റ്റാണ്. നൻപൻ ടീമിൽ തന്നെ ഉറപ്പിച്ച കാര്യമാണ് ശങ്കർ വിജയ് വീണ്ടും ഒന്നിക്കുന്ന കാര്യം. എന്നാൽ അത് നടക്കാതെ ഒരുപാട് നീണ്ടു. ഇപ്പോഴും ശങ്കർ വിജയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കടുത്ത റൂമർ അനുസരിച്ച് വിജയ് പാർട്ടി അനൗൺസ് ചെയ്തതിന് മുൻപേ വരെ ദളപതി 70 ശങ്കറാണെന്നാണ് റൂമറൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഇനി പാർട്ടിക്ക് വന്ന സ്ഥിതിക്ക് ആ പ്രൊജക്റ്റ് ഉണ്ടോ എന്നതിന് സംശയമുള്ളത് കൊണ്ട് ഈ പ്രൊജക്റ്റിനെയും ചേർക്കുന്നു. ഏഴാമത്തെ പടം അറ്റ്ലിയും വിജയും 4ാം തവണ ഒന്നിക്കുന്ന പടമാണ്. കൂടാതെ ഷാറുഖ് ഖാൻ കൂടി വരുന്നൊരു വലിയൊരു മൾട്ടി സ്റ്റാർ പടമാണ്. അറ്റ്ലി വളരെ കോൺഫിഡൻറ്റുമാണ് പ്രൊജക്റ്റിൽ. എന്നാൽ വിജയ് ദളപതി 69 നിർത്തിയാൽ ഈ പ്രൊജക്റ്റും നമുക്ക് സ്വപ്നം മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്, കുറേ മിസ്സാകുന്ന പ്രൊജക്റ്റൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തോന്നിയൊക്കെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഷെയർ ബട്ടൺ തട്ടി വിടുക. പിന്നെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടൺ കൂടെ തട്ടി വിട്ടാൽ നന്നായിരുന്നു. പിന്നെ മറ്റൊരു വീഡിയോ കാണാം.